നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. നിന്ദിക്കേണ്ടവരെ വന്ദിക്കുകയും വന്ദിക്കേണ്ടവരെ നിന്ദിക്കുകയും ചെയ്യുന്ന സമൂഹങ്ങളെ ഈശ്വരൻ തകർത്തെറിയും എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന് തലയ്ക്ക് വട്ടാന്ന് നമുക്ക് തള്ളിക്കളയാം. അതാ നമ്മൾ ചിന്തിക്കരുത്. ഓക്കെ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, CNBC ഉൾപ്പെടെ ഉള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് സിവിൽ അൺറസ്റ്റിനെ കുറിച്ചാണ്. ഗ്ലോബൽ സിവിൽ വാർ, അതായത് ലോകത്തെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും കലാപങ്ങൾ നടക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ വിവരം കേട്ട അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് മലയാളികൾക്ക് അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചർച്ച ചെയ്യാൻ വളരെ വൈറ്റലായിട്ടുള്ള സബ്ജക്റ്റുകളുണ്ട്, വിഷയങ്ങളുണ്ട്. സ്വർണ്ണപ്പാളികളെക്കുറിച്ച് ചർച്ച ചെയ്യണം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വ്യഭിചാര കഥകളെക്കുറിച്ച് ചർച്ച ചെയ്യണം. ഓക്കെ, അതിനുള്ള നിലവാരമേ മലയാളിക്കുള്ളൂ എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവന് തലയ്ക്ക് വട്ടാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാം. ഓക്കെ, നമുക്ക് പേടിക്കാനൊന്നുമില്ല. പിണറായി വിജയൻ സഖാവ് എല്ലാ കാലവും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും മറ്റും കടമെടുത്ത് ശമ്പളം കൊടുക്കുകയും പെൻഷൻ കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ ദാ വീട്ടമ്മമാർക്ക് പോലും പിണറായി വിജയൻ സഖാവ് 1000 രൂപ വെച്ച് പ്രതിമാസം പെൻഷൻ കൊടുക്കാൻ പോയാണ്. അദ്ദേഹത്തിൻ്റെ കരുതൽ എന്നും ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അതായത് ലോകം മുഴുവൻ സിവിൽ അൺട്രസ്റ്റ്, അരാജകത്വം, കലാപങ്ങൾ വരും എന്ന് ചർച്ച ചെയ്യുന്ന ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, CNBC ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു. അതൊക്കെ വിവരക്കേടാണ്, അവന്മാർക്ക് വട്ടാണ് എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാം. അതാ എളുപ്പം. നമുക്ക് നമ്മുടെ ബൗദ്ധിക നിലവാരത്തിന് പറ്റുന്ന രീതിയിലുള്ള, നമ്മുടെ ബൗദ്ധിക നിലവാരത്തിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള വിഷയങ്ങൾ മാത്രം നമ്മൾ ചർച്ച ചെയ്താൽ മതി. അതല്ലാത്തത് വേറെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അവന് തലയ്ക്ക് വട്ടാന്നങ്ങ് പറഞ്ഞ് തള്ളുക. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ എളുപ്പമാണ്. നമുക്ക് തല പുകയ്ക്കേണ്ട കാര്യമില്ല. ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. ഓക്കെ, എന്തായാലും ലോകത്തിലെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതാണ് ഇതാണ്. പ്രത്യേകിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, അതുപോലെ തന്നെ ജർമ്മനി, അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് പറയും, നീ എന്തിനാടാ എന്ത് കാര്യം പറഞ്ഞാലും അമേരിക്കയിലോട്ട് പോകുന്നേ, നീ ഇവിടെ നില്ലടാ. ശരിയാണ്, നമ്മൾ ഇവിടെ നിൽക്കാൻ വിധിക്കപ്പെട്ടവരാണ്. എല്ലാ കാലവും നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന് കടം കിട്ടും, കടം കിട്ടാതിരിക്കുന്ന ഒരു കാലം വരില്ല എന്ന് നമുക്ക് ശുഭാപ്തി വിശ്വാസം കൊണ്ട് നടക്കാം. ശുഭാപ്തി വിശ്വാസം മാത്രമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം എന്നുള്ളത് വെട്ടിത്തരമാണെന്ന് വല്ലവരും പറഞ്ഞാൽ അവന് തലയ്ക്ക് വട്ടാമെന്ന് പറഞ്ഞാൽ മതി. നമുക്ക് ചിന്തിക്കണ്ട. ഓക്കെ, ചിന്തിക്കാതെയാണ് മലയാളികൾ പ്രവർത്തിക്കുന്നതെന്ന് ചിലർ പറയും. അവർക്കും തലയ്ക്ക് വട്ടാമെന്നങ്ങ് പറയാം. അതാണ് ഏറ്റവും നല്ല മാർഗം. അപ്പം ചിന്തിക്കുകയും വേണ്ട, ഒന്നും ചെയ്യണ്ട. നമുക്ക് സ്വർണ്ണപ്പാളികളെ കുറിച്ച് ചർച്ച ചെയ്യാൻ സമയം തികയുന്നില്ല. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വ്യഭിചാര കഥകളുടെ എണ്ണം എണ്ണി തീർക്കാൻ നമുക്ക് പറ്റുന്നില്ല. അതിനിടയ്ക്കാണ് ഇവിടെ സിവിൽ വാർ വരുമെന്ന്. അവന്മാർക്കൊക്കെ തലയ്ക്ക് വെട്ടാണ്. നമ്മളതൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല.
ഞാൻ 18 വർഷം മുമ്പ് പറഞ്ഞു, സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു, ലോകത്തിൽ 5000 കൊല്ലമായിട്ട് നിലനിൽക്കുന്ന സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥ സമ്പൂർണമായും അശാസ്ത്രീയമാണെന്ന് ഞാൻ പറഞ്ഞു. അത് തകരുക തന്നെ ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ മറ്റു വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ കണ്ടു കാണത്തില്ല, കാണുകയും വേണ്ട. പക്ഷെ സംഭവം ഇത് ഈ വീഡിയോ ഇടുന്നത് മലയാളികൾ കാണാൻ വേണ്ടിയൊന്നുമല്ല. ഇത് ഏറിപ്പോയ ഒരു 500 പേര് പരമാവധി കാണും. ഓക്കെ, ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഈ പ്രപഞ്ചശക്തി എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. ആ പ്രപഞ്ചശക്തിയായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. എനിക്കും തലയ്ക്ക് വെട്ടാന്ന് പറഞ്ഞോളൂ. ഓക്കെ, അതാണ് മലയാളികളുടെ ഏറ്റവും വലിയ ദിവ്യ ആയുധം. പുതുതായിട്ട് എന്തെങ്കിലും ഒരു ആശയം വന്നാൽ അതിന് സമ്പൂർണ്ണമായിട്ട് എതിർക്കുക. അത് ഏത് വിഷയമായാലും അതിനെക്കുറിച്ച് പഠിക്കാതെ വേണം നമ്മൾ തള്ളിക്കളയാൻ. ഓക്കെ, എന്താ ചെയ്യുമെന്നുള്ള. പിന്നെ പുതിയ പ്രേക്ഷകരുണ്ട്, അവർക്ക് വേണ്ടി ഞാൻ പറയാം. ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളുടെയും മൊത്തം കടമെന്ന് പറയുന്നത് 32,000 ലക്ഷം കോടി കവിഞ്ഞെന്നാണ് അനൗദ്യോഗിക റിപ്പോർട്ട്. ഔദ്യോഗിക റിപ്പോർട്ട് 30,000 ലക്ഷം കോടി കവിഞ്ഞു എന്നാണ്. ലോകരാജ്യങ്ങളുടെ മൊത്തം GDP ഒറ്റവാക്കിൽ നമുക്ക് പറയാം. വരുമാനമെന്ന് വേണമെങ്കിൽ ലളിതമായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാം. 10,000 ലക്ഷം കോടി രൂപ മാത്രമാണ് ലോകത്തിലെ മൊത്തം രാജ്യങ്ങളുടെയും GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം. ഡെപ്റ്റ് ടു GDP റേഷ്യോ, ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കടം, GDP എന്ന് പറഞ്ഞാൽ വരുമാനമൊന്നും മാത്രം ഒറ്റ വാക്യത്തിൽ ലളിതമായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം. അത് ഔദ്യോഗികമായിട്ട് തന്നെ 328% കടന്നിരിക്കുന്നു. ഇത് 2025 മാർച്ച് 31 കണക്കാണ്. പക്ഷേ ഇപ്പോൾ ഡെപ്റ്റ് ടു GDP, ലോകത്തിൻ്റെ മൊത്തം രാജ്യങ്ങളുടെയും ഡെപ്റ്റ് ടു GDP റേഷ്യോ, അതായത് ലോകരാജ്യങ്ങളുടെ മൊത്തം മനുഷ്യവംശത്തിൻ്റെ ഡെപ്റ്റ് ടു GDP റേഷ്യോ അനൗദ്യോഗികമായിട്ട് 385% കടന്നിരിക്കുന്നു എന്നുള്ള ഭീകരമായ സത്യം നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്തു തുടങ്ങിയിരിക്കുന്നത് സിവിൽ അൺട്രസ്റ്റിനെ കുറിച്ച്, സിവിൽ വാറിനെ കുറിച്ച്, അരാജകത്വത്തെക്കുറിച്ച്. സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് 100 രൂപ കയ്യിലുള്ളവൻ 90 രൂപയിൽ കൂടുതൽ കടമെടുക്കരുതെന്നാണ്. ഇപ്പോൾ മനുഷ്യവംശത്തിൻ്റെ സ്ഥിതി എന്താണ്? 100 രൂപ ഉള്ളവൻ 385 രൂപ കടമെടുത്തിരിക്കുന്നു. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 100 കോടി വരുമാനമുള്ളവൻ, ആസ്തിയുള്ളവന് 385 കോടി കടമായിരിക്കുന്നു. സമ്പൂർണമായും ലോകത്തിലെ സമ്പദ് വ്യവസ്ഥ സമ്പൂർണമായും തകർന്നിരിക്കുന്നു. നമ്മൾ മലയാളികൾ ഇത് ചർച്ച ചെയ്യുകയൊന്നും ചെയ്യരുത് കേട്ടോ. നമുക്ക് വേറെ വലിയ നിയോഗങ്ങളുണ്ട്. സ്വർണ്ണപ്പാളികൾ, അതിൻ്റെ ആ വിഷയം ചർച്ച ചെയ്യാൻ തന്നെ നമുക്ക് സമയം തികയുന്നില്ല. അതിനിടയ്ക്ക് ഒരുത്തൻ ആർക്കും മനസ്സിലാവാത്ത ഡെപ്റ്റ് ടു GDP റേഷ്യോ ഒന്നും കൂടെ പറഞ്ഞുകൊണ്ട് പോകാൻ. അങ്ങനെയുള്ളവരെ നമുക്ക് നേരിടാൻ ഒരൊറ്റ ദിവ്യായുധം മതി. അവന് തലയ്ക്ക് വെട്ടാന്നങ്ങ് പറഞ്ഞേക്കാം. പിന്നെ ചിന്തിക്കുകയും വേണ്ട, നോക്കുകയും വേണ്ട. ഓക്കെ, അപ്പോൾ സംഭവം ഇതാണ്. ഞാൻ 18 വർഷം മുമ്പ് പറഞ്ഞ കാര്യം സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു. മലയാളി അറിഞ്ഞില്ല. കാരണം എന്താ പറയുക, പിണറായി വിജയൻ സഖാവ് കൃത്യമായിട്ട് കടമെടുത്ത് ശമ്പളം കൊടുക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് കടം കിട്ടാത്ത അവസ്ഥ വരുമോ? അമേരിക്കൻ ഗവൺമെൻറ്റിന് ഇപ്പോൾ കടമെടുക്കാൻ പറ്റത്തില്ല.
അമേരിക്കയിലല്ലോ. നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് പറഞ്ഞ കണക്ക്, നീ എന്തിനാണ് എന്ത് പറഞ്ഞാലും അമേരിക്കയിലോട്ട് പോകുന്നത്, നീ ഇവിടെ നില്ലടാ, ഇവിടെ നില്ല. പിന്നെ അമേരിക്കയുടെ കാര്യം വിടാം, പറഞ്ഞു കഴിഞ്ഞാൽ സുരാജ് വെഞ്ഞാറമൂട് പ്രകോപിതനാകും. അതുകൊണ്ട് നമുക്ക് ജപ്പാൻ്റെ കാര്യം പറയാം. അമേരിക്കയെ പോലെ തന്നെ ജപ്പാനും ഘനഗംഭീരമായ ഒരു രാജ്യമായിരുന്നു. അവരുടെ കടം എത്രയാണെന്നറിയാം? 1100 ലക്ഷം കോടി രൂപ ജപ്പാൻ്റെ കടം. ഇപ്പോൾ ജപ്പാന് ഒരു രാജ്യവും കടം കൊടുക്കുന്നില്ല. അവിടെയും ശമ്പളം കൊടുക്കാൻ കാശില്ല. അപ്പം ജപ്പാനും അമേരിക്കയും കടം കിട്ടാത്ത അവസ്ഥയിലോട്ട് വന്നിരിക്കുന്നു. ഇടയ്ക്ക് ചൈനയ്ക്കും പട്ടാളക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ലായിരുന്നു. അത് പിന്നെ എവിടെ നിന്ന് കണ്ട് തൂത്തുകൂട്ടി കൊടുത്ത്. അപ്പോൾ അമേരിക്കയ്ക്കും ജപ്പാനും കടം കിട്ടാത്ത അവസ്ഥ വരികയാണെങ്കിൽ കേരള ഗവൺമെൻറ്റിന് അങ്ങനൊരു അവസ്ഥ വരുമോ? ഇല്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ നമ്മുടെ ദിവ്യായുധം എടുക്കുക, അവന് തലയ്ക്ക് വട്ടാന്നങ്ങ് പറഞ്ഞേക്കുക. അതാണ് ഏറ്റവും പറ്റിയ മാർഗം. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മുടെ കേരള ഗവൺമെൻറ് 2000 കോടി രൂപയുടെ കടപ്പത്രങ്ങൾ ഇറക്കിയിരിക്കുകയാണ്. മറ്റൊരു സ്ഥലത്തൊന്നും കടം കിട്ടാത്ത അവസ്ഥ ആയതുകൊണ്ടാണോ എന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഈ മാധ്യമങ്ങളും പരിശ്രമിക്കുന്ന അതിനു വേണ്ടിയാണ്. മനുഷ്യർ ചിന്തിക്കരുത്. ഓക്കെ, ഏതെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കി അതിലേക്ക് ശ്രദ്ധ തിരിപ്പിക്കുക. അതായത് യഥാർത്ഥ പ്രശ്നം എന്താണോ അതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മാധ്യമങ്ങൾ ഇല്ലാത്ത പ്രാധാന്യം കൊടുത്ത് ഓരോ വിവാദങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ ഗവൺമെൻറ് ഇതുപോലെ കടപ്പത്രം പുറപ്പെടുവിച്ചിരുന്നു. ഒരു പട്ടി പോലും അത് വാങ്ങിച്ചില്ല. ഓക്കെ, അതിനുശേഷമാണ് ഈ ഷട്ട് ഡൗണൊക്കെ വന്നത്. കാര്യം കടപ്പത്രം അങ്ങോട്ട് ഇറക്കി റിലീസ് ചെയ്ത് കുറച്ച് കാശ് സംഘടിപ്പിച്ച് ഗവൺമെൻറ്റിന് നിത്യച്ചെലവിന് വേണ്ടി സംഘടിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ നടന്നില്ല. ആരും വാങ്ങിച്ചില്ല. അതുപോലൊന്നും ഇവിടെ കേരളത്തിൽ അങ്ങനെ പ്രശ്നം ഉണ്ടാകത്തില്ല. ശുഭാപ്തി വിശ്വാസം, അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് മനുഷ്യന് വേണ്ടത്, ശുഭാപ്തി വിശ്വാസം. പക്ഷേ ശുഭാപ്തി വിശ്വാസം മാത്രമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്നുള്ളത് വെട്ടിത്തരമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമ്മുടെ ദിവ്യായുധം എടുക്കുക, അവന് തലയ്ക്ക് വെട്ടാമെന്ന് പറഞ്ഞേക്കാം. പിണറായി വിജയൻ ഗവൺമെൻറ്റിന് കടം കിട്ടാത്ത അവസ്ഥ വരികയാണെങ്കിൽ മലയാളിക്ക് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശമ്പളവും പെൻഷനും കിട്ടാതാവും. ഇത് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ബന്ധു പറഞ്ഞെന്ന് പറയാം, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കിട്ടിയില്ലെങ്കിൽ എന്ത്, അവർക്ക് കൈക്കൂലി കിട്ടുമല്ലോ. ഇതാണ് വിദ്യാഭ്യാസമുള്ള രാഷ്ട്രീയ പ്രബുദ്ധരായ മലയാളികളുടെ അവസ്ഥ. പരിതാപകരമാണ്. അങ്ങനെ ആരെങ്കിലും പറയുക ആകെ നമ്മുടെ ദിവ്യായുധം എടുക്കുക, അവന് തലയ്ക്ക് വെട്ടാമെന്ന് പറഞ്ഞേക്കുക. അപ്പോൾ ഇത് കൺക്ലൂഡ് ചെയ്യുകയാണ്. നിന്ദിക്കേണ്ടവനെ വന്ദിക്കുകയും വന്ദിക്കേണ്ടവനെ നിന്ദിക്കുകയും ചെയ്യുന്ന സമൂഹങ്ങളെ ഈശ്വരൻ തകർത്തെറിയുക തന്നെ ചെയ്യും. സമൂഹങ്ങളെയാണ് തകർത്തെറിയുന്നത്. കാരണം ലോകത്ത് ആവശ്യത്തിലധികം നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്, പ്രകൃതി സമ്പത്തുണ്ട്. അത് വിവേകപൂർവം, ബുദ്ധിപൂർവം, കൗശലപൂർവം ഉപയോഗിക്കാത്തത് കൊണ്ട് മാത്രമാണ് 5000 കൊല്ലമായിട്ട് ലോകത്തിലെ 50% ജനങ്ങളും പട്ടിണി കിടക്കുന്നത്. അത്
ഈ ഈ സിസ്റ്റത്തിൻ്റെ അശാസ്ത്രീയതയാണ് എടുത്തു കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് മറ്റൊന്നുമല്ല, പുതിയൊരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥ വേണം. അത് ഗോർബച്ചേവ് വരെ പറഞ്ഞു. കമ്മ്യൂണിസം അരച്ച് കലക്കി കുടിച്ച് ദഹനക്കേടുമായിട്ട് നിൽക്കുന്ന നമ്മുടെ ഗോർബച്ചേവ്, സോവിയറ്റ് യൂണിയൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസിഡന്റ്, പറഞ്ഞു 4 വർഷം മുമ്പ് നമുക്ക് വേണ്ടത് പുതിയൊരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയാണ്. ഇത് നമ്മുടെ നാട്ടിലെ ഒരു കിളിക്കുഞ്ഞു പോലും അറിഞ്ഞിട്ടില്ല. അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ, ഇതൊക്കെ അറിയാനുള്ള ഉത്തരവാദിത്വം മുഴുവൻ ജീസസ് സാമ്പശിവനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊക്കെ പുതിയ മോഡൽ കാറ് വേണം, പുതിയ മോഡൽ മൊബൈൽ വേണം, സ്ത്രീകൾക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റൈലിലുള്ള ആഭരണങ്ങൾ വേണം, വസ്ത്രങ്ങൾ വേണം, വീട് ഏറ്റവും ലേറ്റസ്റ്റ് സൗകര്യങ്ങളുള്ള ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റൈലിലുള്ള വീടും കാറും എല്ലാം വേണം, എല്ലാം പുതിയത് വേണം, എനിക്ക് ഉൾപ്പെടെ. പക്ഷേ സാമൂഹ്യ വ്യവസ്ഥയുടെ കാര്യം വരുമ്പോൾ അത് 5000 കൊല്ലം മുമ്പ് പഴയ ആയാലും മതി. ഇതൊക്കെ ആരെങ്കിലും പറയുന്നെങ്കിൽ അവരെ നമ്മുടെ ദിവ്യായുധം അങ്ങ് എടുക്കണം, അവർ തലയ്ക്ക് വേട്ട ചിന്തിച്ച് മെനക്കെടണ്ടല്ലോ. നമ്മൾ ലോകത്തിലെ പ്രകൃതി സമ്പത്തും മനുഷ്യശേഷിയും ടെക്നിക്കൽ എക്യുപ്മെൻറ്റ്സും ടെക്നോളജിയും പണത്തിൻ്റെ തടസ്സമില്ലാതെ സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് വെറും 100 ദിവസം കൊണ്ട് ലോകം സമ്പൽ സമൃദ്ധമാക്കാം. കറൻസി രഹിത വ്യവസ്ഥ. കേരളത്തിലെ 2000 സാമ്പത്തിക വിദഗ്ധരെ സപ്പോർട്ട് ചെയ്യുന്ന ആശയമാണ് കറൻസി രഹിത വ്യവസ്ഥ. ഈ സിസ്റ്റം നടപ്പിലായാൽ 1 സെക്കൻഡ് കൊണ്ട് ലോകരാജ്യങ്ങളുടെ മൊത്തം കടവായ 32,000 ലക്ഷം കോടി രൂപയുടെ കടം മാത്രമല്ല, നിങ്ങളുടെ കടവും 1 സെക്കൻഡ് കൊണ്ട് തീർക്കാം. ഇതിനെക്കുറിച്ച്, അതായത് കറൻസി രഹിത വ്യവസ്ഥ അല്ലെങ്കിൽ കറൻസി ഫ്രീ സിസ്റ്റം എന്ന ആശയത്തെപ്പറ്റി കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ സാമ്പത്തിക വിദഗ്ധന്മാരിൽ ഒരാളായ ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറ് 12 വർഷം നിരന്തരം പഠിച്ച ശേഷം ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. കറൻസി രഹിത വ്യവസ്ഥ അല്ലെങ്കിൽ കറൻസി ഫ്രീ സിസ്റ്റം എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഇതിൻ്റെ വീഡിയോകൾ കിട്ടുന്നതാണ്. ഞാനും വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, എൻ്റെ ചാനലുകളിൽ സെർച്ച് ചെയ്താൽ അത് കിട്ടുന്നതാണ്. അവിശ്വസനീയമായ കാര്യങ്ങളാണ്, നേട്ടങ്ങളാണ് ഈ കറൻസി രഹിത വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മുന്നോട്ട് വെച്ച് അവകാശപ്പെടുന്നത്. GDPയുടെ വർധനവിൻ്റെ ശതമാനം വെറും 100 ദിവസം കൊണ്ട് 1 രൂപ ചെലവില്ലാതെ നമുക്ക് ലോകത്തിൽ ഓരോ രാജ്യങ്ങളുടെയും GDPയുടെ വർധനവിൻ്റെ ശതമാനം 50% മുതൽ 500% വരെ ആക്കാം. അതുപോലെ തന്നെ 160 കോടി വീടുകൾ വെറും 2 ദിവസം കൊണ്ട് 1 രൂപ ചെലവില്ലാതെ നിർമ്മിക്കാം. 160 കോടി വീടുകൾ. കോടിക്കണക്കിന് ചെറുകിട വൻകിട വ്യവസായങ്ങൾ ആരംഭിക്കാം 1 രൂപ ചെലവില്ലാതെ. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അടിസ്ഥാന സൗകര്യ വികസനം, റോഡുകളും പാലങ്ങളും 1 രൂപ ചെലവില്ലാതെ വെറും 30 ദിവസം കൊണ്ട് ലോകം മുഴുവൻ നവീകരിക്കാം. ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന
ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപാദനം 5 ഇരട്ടിയാക്കാം 1 രൂപ ചെലവില്ലാതെ. ഇത് കൂടാതെ 10,000-കണക്കിന് അവിശ്വസനീയ നേട്ടങ്ങളുമായിട്ടാണ് കറൻസി രഹിത വ്യവസ്ഥ രൂപീകരിക്കപ്പെട്ടുള്ളത് 34 വർഷം കൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു പുതിയ ആശയമാണ്. നിങ്ങൾ ദിവ്യായുധം എടുക്കല്ലേ, എനിക്ക് തലയ്ക്ക് വട്ടാതെ പറഞ്ഞേക്കല്ലേ. ഒരു സംശയം വേണ്ട, മാസങ്ങൾക്കുള്ളിൽ തന്നെ എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് മുഴുവൻ ഒരക്ഷരം വിടാതെ, വള്ളി പുള്ളി വിസർഗം വിടാതെ മുഴുവൻ കേൾക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ മലയാളികളുടെ ഊണുമേശയിലെ ഊണ് കഴിക്കുന്ന പ്ലേറ്റിൽ ഉത്തരം വരും. ഭീകരമായ ഉത്തരം. അന്ന് മതി ഈ വീഡിയോ ഒക്കെ കാണുന്നത്, അന്ന് യൂട്യൂബ് കാണുമെന്ന് എനിക്കറിയത്തില്ല. എനിവേ, നിങ്ങൾ ദിവ്യായുധം എടുത്തോളൂ. ഇവൻ പുതിയ ആശയമാണ് പറയുന്നത്, അവന് തലയ്ക്ക് വെട്ടാണ്. ഓക്കെ, അങ്ങനെ പറഞ്ഞതല്ല. അങ്ങനെ ആകുമ്പോൾ ചിന്തിക്കുകയും വേണ്ട, മെനക്കെടുകയും വേണ്ട, ഒന്നും ചെയ്യണ്ട. ഓക്കെ, എനിവേ, ഞാൻ ഈ വീഡിയോ ചെയ്തത് മലയാളികൾ കാണാൻ വേണ്ടിയല്ല, മറിച്ച് പ്രപഞ്ചശക്തി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മലയാളിക്ക് അതൊന്നും ചിന്തിച്ച് കണ്ടുപിടിക്കാനുള്ള സമയമൊന്നുമില്ല. ആ പ്രപഞ്ചശക്തിയുമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മാത്രമാണ് ഈ വീഡിയോയുടെ അടിസ്ഥാനം. അല്ലാതെ മലയാളികൾ ഇതൊന്നും കാണുമെന്നും ഇതൊക്കെ ചർച്ചയാവുമെന്നൊന്നും ഞാൻ ഒരു കാലത്തും വിചാരിക്കുന്നില്ല. എനിവേ, ശുഭാപ്തി വിശ്വാസം അതാണ് എല്ലാത്തിനുമുള്ള പരിഹാരമെന്ന് ദയവ് ചെയ്ത് ചിന്തിക്കരുത്. തൽക്കാലം നിർത്തുന്നു. നമസ്കാരം, ശുഭദിനം.